നമ്മളിപ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ദുർഘടമായ പാതയിൽ കൂടിയാണ് ചെങ്കുത്തായതും ദുർഘടമായ പാതയിൽ കൂടിയാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 കിലോമീറ്റർ ദൂരം ഈ ചെങ്കുത്തായ പാതയിൽ കൂടി സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. സൈഡിൽ മുളവേലി കെട്ടി നന്നായി തിരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വളരെ ശ്രദ്ധയോടുകൂടി പോയില്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കാവുന്ന സ്ഥലം തന്നെയാണ്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പലാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചെങ്കുത്തായ ഒരു മലമ്പ്രദേശത്തെ തട്ടുകളായി തിരിച്ചുകൊണ്ടാണ് വഴി താഴേക്കുള്ളത് ഒരുക്കിയിരിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണിത്. കാട്ടുപാറകൾ അടുക്കിയാണ് താഴേക്കുള്ള വഴികൾ ഗ്രിപ്പോടുകൂടി നിർമ്മിച്ചിരിക്കുന്നത്. ഇടതൂർന്ന മരങ്ങളാണ് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതൂർന്നതും വളരെ പഴക്കമേറിയതുമായ തേക്ക് മരങ്ങളും പൈന് അങ്ങനെ കാട്ട് മരങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത്. നിരവധി സഞ്ചാരികൾ ഈ പെരുമഴയത്തും ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നുണ്ട്. ആൾക്കാർ ഇത്രയധികം തണുപ്പും മഴയുമുള്ള കാലാവസ്ഥയാണെങ്കിലും ചിരിച്ചുല്ലസിച്ച് തന്നെയാണ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1.5 കിലോമീറ്റർ താഴേക്ക് ഇറങ്ങുന്നത് വളരെ ദുർഘടമായതാണെങ്കിലും ആൾക്കാർ വളരെ ഉത്സാഹത്തോടെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്നിട്ടും തീരുന്നില്ല. നമ്മൾ തന്നെ കിടച്ചു തുടങ്ങിയിരിക്കുകയാണ്. സൈഡിൽ ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളുണ്ട്. ഈറകളും മറ്റും ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇതൊരു വനപ്രദേശം തന്നെയാണ്. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് ആ വെള്ളച്ചാട്ടം നുരഞ്ഞു പതഞ്ഞു പൊങ്ങി വരുന്നത് കാണുവാൻ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട കാഴ്ച തന്നെയാണ്. വളരെ സുന്ദരമായ ദൃശ്യങ്ങളാണ്. ഏകദേശം 3/4 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു. ഈ ചെങ്കുത്തായ പ്രദേശത്തിൻ്റെ അടിത്തട്ടിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ കേൾക്കാവുന്നതാണ്. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്നാണ് സഞ്ചരിച്ചു തുടങ്ങിയത്. ഏകദേശം 3/4 കിലോമീറ്ററിലധികം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. കിതപ്പ് കൊണ്ട് എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല കൂട്ടരെ. അത്രയ്ക്ക് ചെങ്കുത്തായതും പാറകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. ഈ മഴയത്ത് പോലും വഴിക്ക് വീഴുമെന്നുള്ള പേടിയൊന്നും വേണ്ട. സൈഡിൽ പ്രകൃതിദത്തമായ ആ മുള കൊണ്ടുള്ള ഒരു വേലി കാണാം. ചുറ്റും വനം പ്രദേശമാണ്. ഘോര വനം തന്നെയാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗം, അതിൻ്റെ ആരംഭ ഭാഗത്തു നിന്നാണ് നമ്മൾ ഇറങ്ങിയത്. അത് നോക്കൂ, ആമയുടെ കൂട്ടൊരു പാറ, ആമപ്പാറ എന്നാണ് ഇതിൻ്റെ പേര്. അവർ പറയുന്നത് ഇവിടെ ആമപ്പാറ എന്നാണ് ഇതിന് പറയുന്നത്. വളരെ മുമ്പോട്ട് പോകുമ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ അടിത്തട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കൂർത്ത പാറകളിൽ ചവിട്ടി വേണം നമ്മൾ താഴേക്ക് എത്തുവാൻ. നിരവധി സഞ്ചാരികൾ, ആയിരക്കണക്കിന് സഞ്ചാരികൾ ഈ പെരുമഴയത്തും ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ മഴ ശകലം തോർന്നു നിൽക്കുകയാണ്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ദൂരെ നിന്ന് ഒന്ന് കാണാം. അടുത്തേക്ക് നമ്മൾ എത്തുകയാണ്. ആ പാൽ പോലെ നുരഞ്ഞു വരുന്നത് മുഴുവൻ വെള്ളമാണ് മേളിൽ ചാടി വരുന്നത്. വളരെ കണ്ണിന് ആനന്ദം പകരുന്ന കാഴ്ച തന്നെയാണ് ഈ വെള്ളച്ചാട്ടം. ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നമ്മളതിൻ്റെ താഴേക്ക് എത്തുകയാണ്. ഇനി ഒരു 200 മീറ്റർ കൂടി സഞ്ചരിച്ചാൽ നമുക്ക് താഴേക്ക് എത്താൻ സാധിക്കും. അതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്നാണ്, ആ കാണുന്ന മുകൾ ഭാഗത്ത് നിന്ന് നമ്മൾ കറങ്ങിയാണ് താഴേക്ക് ഇറങ്ങിയത്. അവിടെ ഇറങ്ങുവാൻ അനുവാദമില്ലാത്തതിനാൽ നമുക്ക് വീഡിയോ ചിത്രീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെ സുന്ദരമായ ദൃശ്യങ്ങളാണ്. വളരെ താഴ്ചയിലേക്കാണ് ഇത് പതിക്കുന്നത്. നീരാവി ഇറങ്ങുന്നത് പോലെ വെള്ളം പാറയിൽ തട്ടി പതഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങിയാണ്. അതിൻ്റെ ഒരു 100 മീറ്റർ മുമ്പായിട്ട് നമ്മൾ നിന്ന് കാണിച്ച ദൃശ്യങ്ങളാണ് കണ്ടത്. വീണ്ടും നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്.
അപകടമായ മേഖലകളിൽ സോളാർ വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. അങ്ങോട്ടാരും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് സോളാർ വേലികൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഏകദേശം 1 കിലോമീറ്റർ അടുപ്പിച്ച് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു. നമ്മളതിൻ്റെ താഴേക്ക് എത്തിയിരിക്കുകയാണ്. ആ മഞ്ഞ് പോലെ കാണുന്നത് വെള്ളത്തുള്ളികൾ താഴെ പാറക്കെട്ടിലേക്ക് തട്ടി തെറിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. വളരെ സുന്ദരമായ ദൃശ്യമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ കാണുന്ന വെള്ളച്ചാട്ടം തുടങ്ങുന്ന അതിന് മുകളിൽ നിന്ന് വേറൊരു ചെറിയ വെള്ളച്ചാട്ടം കൂടിയുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ താഴേക്ക് വന്നത്. കറങ്ങി ഏകദേശം 1 കിലോമീറ്റർ താഴേക്ക് ചെങ്കുത്തായ പ്രദേശത്തോടു കൂടി ചെങ്കുത്തായ ഇറക്കത്തിൽ സഞ്ചരിച്ചാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏകദേശം 1 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുവാനുണ്ട്. കാറ്റടിച്ചൊരു യുവാവിൻ്റെ കുട മേലേക്ക് പോയ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിഷ് ആൻറ്റിന പോലെ ആ കുട മുകളിലേക്കായിരിക്കുകയാണ്. തിരികെ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് തന്നെ വരാം. വളരെ സുന്ദരമായ ദൃശ്യങ്ങളാണ് ആതിരപ്പള്ളിയിൽ പരിസര പ്രദേശങ്ങളിലെല്ലാം ഉള്ളത്. വളരെ പ്രകൃതി അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ മൂർത്തിമദ്ഭാവം എന്ന് പറയുന്ന രീതിയിൽ തന്നെ ദൃശ്യ വിരുന്നാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ കിഴക്കാന്തൂക്കായ പ്രദേശത്തോടു കൂടി സഞ്ചരിച്ച് നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടിത്തട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. സുന്ദരമായ കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. വെള്ളക്കെട്ട് പാറയിൽ തട്ടി വെള്ളം താഴെ ഒഴുകി തെറിച്ച് മഞ്ഞ് പോലെ തെറിച്ചു പോകുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സുന്ദരമായ ദൃശ്യങ്ങൾ. ആ മഞ്ഞിൻ്റെ വെള്ളത്തുള്ളികൾ തെറിച്ച് പോകുന്നത് നമ്മുടെ ക്യാമറയിൽ വന്ന് അടിച്ചിട്ടാണ് ദൃശ്യങ്ങൾ അത്ര വ്യക്തമാവാത്തത്. ചെറുതായി മഴയുമുണ്ട്, കാറ്റുമുണ്ട്. നോക്കൂ, എത്ര സുന്ദരമായ ദൃശ്യങ്ങളാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാ മനസ്സിൻ്റെ സങ്കടങ്ങളും മാറ്റിവെച്ച് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം നമ്മൾ സന്ദർശിക്കേണ്ടതാണ്. അത്ര മനോഹരമായ കാഴ്ചയാണ്. വേനൽക്കാലത്ത് ഇത്രയധികം വെള്ളം കാണാറില്ലെങ്കിലും ഇത് മഴക്കാലമായതിനാലാവാം ഇത്രയധികം അതിൻ്റെ വന്യതയോടുകൂടി തന്നെ ആ വെള്ളം താഴേക്ക് പതിക്കുന്നത്. നമ്മുടെ ഫോണിൽ വെള്ളം വന്ന് തട്ടിയിട്ട് കൃത്യമായ കാഴ്ച നമുക്ക് സമ്മാനിക്കുവാൻ സാധിക്കുന്നില്ല. എന്നാലും നിരന്ന് 1, 2, 3, 4, 5 അടുത്തൂടെ വെള്ളം മറിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിന് തൊട്ട് ചുവട്ടിൽ തന്നെ നമുക്ക് ചെന്ന് നിൽക്കാൻ സാധിക്കും. ഇതാണ് ആ കാഴ്ച. നമുക്കത് സൂം ചെയ്ത് കാണിക്കാൻ സാധിക്കുന്നില്ല. പതഞ്ഞ് വെള്ളം ഒരു പാൽപ്പുഴ പോലെ ഒഴുകുന്ന ഒരു കാഴ്ച. സുന്ദരമായ കാഴ്ച തന്നെയാണത്. നിരവധി ഇറക്കൂട്ടങ്ങളും കൂട്ടങ്ങളുമൊക്കെ ഇതിൻ്റെ അടിത്തട്ടിലുണ്ട്. നമ്മൾ കുറച്ചുകൂടി അടുത്തേക്ക് ചെന്ന് കാണിക്കാം. നമുക്ക് പോകാൻ സാധിക്കുന്നിടത്തോളം നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാം. മഴയായതുകൊണ്ട് മുകളിൽ പെയ്ത് വെള്ളം ഒലിച്ച് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. നമുക്കത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാണാൻ സാധിക്കുമോ എന്നറിയില്ല. അതിൻ്റെ അടുത്ത ദൃശ്യങ്ങളാണ് കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. നമ്മുടെ ഫോണിൽ വന്ന് വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിക്കുന്നതുകൊണ്ടത് കൃത്യമായി കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഒരു പരിധിവരെ നമ്മൾ കാണാൻ സാധിക്കും. ആ വെള്ളം മുകളിലേക്ക് ഒഴുകി ഏകദേശം ഒരു 100 അടിയിൽ താഴേക്കാണ് പതിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമെന്ന് തന്നെ പറയാം. ആ താഴെ വെള്ളം പതിച്ചിട്ട് തെറിച്ച് അത്ര തന്നെ ഉയരത്തിലേക്ക് വെള്ളം മുകളിലേക്ക് മഞ്ഞുതുള്ളികൾ പോലെ പറന്നു പോകുന്നുണ്ട്. കാറ്റിൻ്റെ ശക്തി കൊണ്ട് വെള്ളം അത്രയും താഴേക്ക് വന്ന് പതിക്കുന്ന ശക്തി കൊണ്ടൊക്കെ മുകളിലേക്ക് പോകുന്നുണ്ട്. ഇതാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ.
ഇത് അതിൻ്റെ 2 പിരിവുകളാണ്. 1, 2, 3, 4. ഇനി അങ്ങേ സൈഡിൽ ചെറിയ ഒരെണ്ണം കൂടിയുണ്ട്, അത് നമുക്ക് കാണാൻ സാധിക്കില്ല, അതങ്ങ് എൻഡിലാണ്.